2026 ഏപ്രിൽ 2 സിറാജ് എഡിറ്റോറിയൽ. നിയന്ത്രണങ്ങൾ പാളി, മാതൃമരണനിരക്ക് കൂടുന്നു. രാജ്യത്ത് മാതൃമരണനിരക്ക് കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യ മന്ത്രാലയം. ഇക്കാര്യത്തിൽ പ്രശംസനീയമായ നേട്ടം കൈവരിച്ചുവെന്നും 2030 ആകുമ്പോഴേക്ക് മരണനിരക്ക് 1,00,070 ആയെങ്കിലും കുറയ്ക്കുമെന്നുമാണ് മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അതിനിടെ പ്രമുഖ മെഡിക്കൽ ജേർണലായ ദ ലാൻസെറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പഠന റിപ്പോർട്ട് ആശങ്കയുണർത്തുന്നു. മരണനിരക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ല, വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. 2013 ഇന്ത്യയിൽ 24,700 മാതൃമരണങ്ങൾ നടന്നു. 116,000. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് 8 മുതൽ 10 മടങ്ങ് വരെ കൂടുതലാണിത്. കേരളം, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ മരണനിരക്ക് കുറയ്ക്കുന്നതിൽ വിജയിച്ചപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം തുടങ്ങിയ വടക്ക് സംസ്ഥാനങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. രാജ്യത്തെ 30% ജില്ലകളിൽ 197 ജില്ലകൾ മരണനിരക്ക് 200-ന് മുകളിലാണ്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി കണക്കാക്കപ്പെടുമ്പോഴും മാതൃമരണ നിരക്കുകൾ പോലുള്ള അടിസ്ഥാന സൂചികകളിൽ പിന്നാക്കമായി തുടരുന്നത് വികസനത്തിന്റെ ഗുണഫലം എല്ലാവർക്കും ലഭ്യമല്ലെന്നാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ നിർണായക ആരോഗ്യ പ്രശ്നമായി തുടരുകയാണ് മാതൃമരണം. ആരോഗ്യ സംരക്ഷണ നിലവാരത്തിന്റെയും ചികിത്സാ പ്രാപ്യതയുടെയും സൂചികയായാണ് മാതൃമരണ നിരക്ക് കണക്കാക്കി വരുന്നത്. അമിത രക്തസ്രാവം, ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദം, അണുബാധ, അനീമിയ, വിളർച്ച, പോഷകാഹാരക്കുറവ്, ചികിത്സാ ലഭ്യതയുടെ കുറവ് തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. പ്രസവാനന്തരമുണ്ടാകുന്ന രക്തസ്രാവം മൂലമാണ് മരണം കൂടുതലും സംഭവിക്കുന്നത്. കൃത്യസമയത്ത് ചികിത്സയും രക്തവും ലഭ്യമാക്കാൻ കഴിയാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ഗർഭകാലത്തെ രക്തസമ്മർദ്ദം പലപ്പോഴും മരണത്തിലേക്ക് നയിക്കാറുണ്ട്. കൃത്യമായ പരിശോധനകളിലൂടെ ഇത് കണ്ടെത്താനാകാത്തത് രോഗാവസ്ഥ രൂക്ഷമാക്കുന്നു. ഇന്ത്യൻ സ്ത്രീകളിൽ പകുതിയിലേറെയും അനീമിയ ബാധിതരാണ്. ഗർഭകാലത്തെ ശരിയായ പോഷകാഹാരത്തിന്റെ അപര്യാപ്തത ഇത് സങ്കീർണമാക്കുന്നു. ഗ്രാമീണ മേഖലകളിലെ മതിയായ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ പോലും ലഭ്യമല്ല. ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവിലുള്ള ഇടങ്ങളിൽ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവം സാധാരണം. നഗരങ്ങളിലെ ആശുപത്രികളിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരം പ്രദേശക്കാരുടെ ആശ്രയം. വിദഗ്ധ ചികിത്സയ്ക്കായി നഗരങ്ങളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗ്രാമീണർക്ക് വഴിദൂരം പലപ്പോഴും വില്ലനാകുന്നു. ശരിയായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്തതിനാൽ വഴിമധ്യേ മരണം സംഭവിക്കുന്ന കേസുകൾ ധാരാളം. ചികിത്സാ രംഗത്തെ കോർപ്പറേറ്റുവൽക്കരണവും പാവപ്പെട്ടവർക്ക് ചികിത്സ അപ്രാപ്യമാക്കുന്നു. ഗർഭകാലത്തെ പരിശോധനകളും പ്രസവവും വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നതിനാൽ പല കുടുംബങ്ങളും ചികിത്സയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. പ്രാഥമികാരോഗ്യ സംവിധാനത്തിന്റെ ശാക്തീകരണം, ഗുണമേന്മയുള്ള പ്രസവാനന്തര പരിചരണം, പോഷകാഹാര പദ്ധതികളിലെ കാര്യക്ഷമത തുടങ്ങിയവയാണ് പ്രശ്നത്തിന് പരിഹാരം. ഉൾനാടൻ ജില്ലകളിൽ സുരക്ഷിതമായ പ്രസവ സംവിധാനം ഉറപ്പാക്കുകയും രക്തബാങ്ക് സൗകര്യം താലൂക്ക് തലത്തിൽ വരെയെങ്കിലും ലഭ്യമാക്കുകയും വേണം. ദ ലാൻസെറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നതുപോലെ ഓരോ ജില്ലയിലെയും പ്രത്യേക സാഹചര്യം പരിഗണിച്ചുള്ള മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കണം. എല്ലാ ജില്ലകൾക്കും ഒരേ നയം, ഒരേ പരിഗണന എന്ന നിലപാടിനു പകരം പിന്നാക്ക ജില്ലകൾക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കേണ്ടതുണ്ട്. വികസിത രാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കുറവാണ് മാതൃമരണങ്ങൾ. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ 1,00,000-ന് 10-ൽ താഴെയാണ് മാതൃമരണ നിരക്ക്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനവും ഗർഭകാലത്തെ കൃത്യമായ നിരീക്ഷണവും വഴിയാണ് വികസിത രാജ്യങ്ങൾ മരണനിരക്ക് കുറച്ചത്. അവിടെ ഗർഭാവസ്ഥയുടെ തുടക്കം മുതൽ പ്രസവാനന്തര ശുശ്രൂഷയുടെ ഘട്ടം വരെ ഗുണമേന്മയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന മിഡ് വൈഫറി സംവിധാനമുണ്ട്. ഓരോ ഗർഭിണിയുടെയും ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിലൂടെ അപകട സാധ്യതയുള്ള കേസുകൾ മുൻകൂട്ടി തിരിച്ചറിയുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ചില മേഖലകളിൽ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥ ചികിത്സയെ ബാധിക്കാതിരിക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്നു.
കേരളം ഇതിനകം തന്നെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നേട്ടം കൈവരിച്ചത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള നിരന്തര നിരീക്ഷണത്തിലൂടെയാണ്. ഈ മാതൃക ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ച് രാജ്യം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മാതാക്കളുടെ ജീവൻ രക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ അടിസ്ഥാന ബാധ്യതയാണ്. വികസനത്തിന്റെ പേരിലുള്ള കണക്കുകൾ നിരത്തുന്നതിനിടയിൽ മാതൃത്വത്തിന്റെയും മനുഷ്യജീവന്റെയും മൂല്യം വിസ്മരിക്കരുത്. പുതിയ തലമുറയിലൂടെയാണ് രാജ്യത്തിന്റെ ഭാവി ഉറപ്പാക്കേണ്ടത്. ആ തലമുറയെ ലോകത്തിനു സമർപ്പിക്കുന്ന മാതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്ത വികസനം അർത്ഥശൂന്യമാണ്.